ഇന്ത്യയിലെ ജനങ്ങൾ മാസങ്ങളായി കാത്തിരുന്ന വാർത്തയാണ് പെഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ആ ഭീകരവാദികളുടെ മരണവാർത്ത. അതിപ്പോൾ വരുന്നുണ്ടല്ലോ. അവരെ സൈന്യം കൊലപ്പെടുത്തിയതായുള്ള വിവരങ്ങൾ വരുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം അനുസരിച്ച് ഇന്ന് അവിടെ ചർച്ച നടക്കുകയാണ്. ആ ദിവസം തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണല്ലോ പുറത്തു വരുന്നത്. അതെ, പെഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഒക്കെ പാർലമെൻറ്റിൽ ചർച്ച നടക്കുന്ന അവസരത്തിൽ പ്രതിപക്ഷം നോട്ടീസ് കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാരത്തോൺ ചർച്ച തന്നെ പാർലമെൻറ്റിൽ നടക്കുകയാണ്. അത് ആരംഭിച്ചിരിക്കുകയാണ്. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏവരും കേൾക്കാൻ ഏറെ ആഗ്രഹിച്ച, വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ വാർത്ത വരുന്നത്. 3 ഭീകരർ, സ്വദേശികളല്ല, 3 വിദേശ ഭീകരർ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ പാക് ഭീകരന്മാർ 3 പേർ ശ്രീനഗറിനടുത്ത് കൊല്ലപ്പെട്ടു എന്ന വിവരം, വധിക്കപ്പെട്ടു എന്ന വിവരമാണ്. സൈന്യവുമായുള്ള സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൽ 2 പേർ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നത്. സൈന്യം അത് സംബന്ധിച്ച സ്ഥിരീകരണം ഇപ്പോൾ നൽകിയിട്ടില്ല. പക്ഷെ വൈകാതെ തന്നെ ആ സ്ഥിരീകരണം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ഇതിൽ നേരിട്ട് പങ്കെടുത്ത ഈ ഭീകരാക്രമണവുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള സുലൈമാൻ എന്ന് പറയുന്ന ഒരു ഭീകരനും ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 3 പേരാണ് വധിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ശ്രീനഗറിനടുത്ത് മഹാദേവ കുന്നുകൾ, മൗണ്ട് മഹാദേവ, അതിൻ്റെ അടുത്ത് ലിഡ്വാസ് എന്ന് പറയുന്ന ആ ഒരു വനപ്രദേശത്ത്, അതൊരു വനമേഖലയാണ്, ആ വനപ്രദേശത്ത് ഇവർ ഒളിവിൽ കഴിയുന്നു എന്ന വിവരം സൈന്യത്തിന് ലഭിച്ചു. അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സൈന്യം ഇവരുടെ ചില ആശയവിനിമയം, ഇവർ ഈ വാക്കി ടോക്കിയും മറ്റും ഉപയോഗിച്ച് ഇവരുടെ മറ്റ് കേന്ദ്രങ്ങളിലിരിക്കുന്ന ഭീകരരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ, ആശയവിനിമയം നടത്തുന്നതിൻ്റെ ചില കാര്യങ്ങൾ സൈന്യം പിടിച്ചെടുത്തിരുന്നു. അതിൽ നിന്ന് കൃത്യമായിട്ട് ഇവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കി അവിടേക്ക് ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷം, ഏതാണ്ട് 11:30 നമ്മുടെ സുരക്ഷാ സേന, പാരാമിലിറ്ററി ഫോഴ്സ്, അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസ്, CRPF അടങ്ങുന്ന ഒരു സംയുക്ത ടീമാണ് അവിടെ തെരച്ചിലിന് പോയത്. ഈ തെരച്ചിലിനിടയ്ക്ക് ഈ ഒളിച്ചിരുന്ന ഭീകരർ ഇവർക്കെതിരെ വെടിയുതിർക്കുകയായിരുന്നു. സൈനികർക്കൊന്നും പരിക്കോ പ്രശ്നങ്ങളോ ഉള്ളതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൈന്യം ശക്തമായിട്ട് അടിക്കുകയും ഇത് 3 പേരെ വധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവരിൽ നിന്ന് വലിയ രീതിയിൽ ബോംബുകളും ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. 17 ഗ്രനേഡുകൾ കണ്ടെടുത്തു. M4 എന്ന് പറയുന്ന കാർബൈൻ ഇനത്തിൽപ്പെടുന്ന വലിയൊരു തോക്ക് അത് കണ്ടെടുത്തിട്ടുണ്ട്. 2 AK-47 തോക്കുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അവരിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ. ഇപ്പോൾ ബോംബുകൾ, ഗ്രനേഡുകൾ ഒക്കെ ഇവരുടെ കൈവശമുണ്ടായിരുന്നു. ഒരു കനത്ത ആക്രമണം നടത്താൻ മാത്രം പാകത്തിന് അവർ തയ്യാറെടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സൈന്യത്തെ സംബന്ധിച്ച് പിന്നെ നമ്മൾ എന്താ പറയേണ്ട, പെട്രോളിങ്ങിന് പോകുന്ന പാർട്ടിയുണ്ട്. ഈ സ്ഥലം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രദേശത്ത് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പെട്രോളിംഗ് പാർട്ടിയുണ്ട്. അതിലൊരു പാർട്ടിയാണ് ഈ ഹൈഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ഭീകരരെ സ്പോട്ട് ചെയ്യുന്നത്. അതായത് ഒളിച്ചിരിക്കുകയാണ് ഇവർ, ഇന്ന സ്ഥലത്ത് ആൾക്കാർ ഒളിച്ചിരിക്കുന്നു എന്ന്. ഇപ്പം സാങ്കേതിക വിദ്യയൊക്കെ വളരെ വളർന്നിരിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് ഏത് ലൊക്കേഷനിൽ നിന്നാണ് ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടുന്ന ആ സന്ദേശങ്ങൾ പുറപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെ കണ്ടെത്തി ഈ പാർട്ടി, പെട്രോളിങ്ങിന് പോകുന്ന പാർട്ടി, ആ ടീമാണ് ഇവരെ ലൊക്കേറ്റ് ചെയ്തത്. ഇവരെവിടെയാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ലൊക്കേറ്റ് ചെയ്തു. അവർ കൊടുത്ത വിവരമനുസരിച്ചാണ് ഈ 24 രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്ന ബറ്റാലിയനുണ്ട്. അതുപോലെ 4 പാരാ മിലിറ്ററി കമാൻഡോസ്, അത് കമാൻഡോകളുടെ ഒരു ബറ്റാലിയനാണ്, കമാൻഡോകൾ. പിന്നെ അതുപോലെ CRPF, പിന്നെ കാശ്മീർ പോലീസും. അങ്ങനെ സംയുക്തമായിട്ട് ഈ 4 സേനയിലെ 4 വ്യത്യസ്ത വിഭാഗങ്ങൾ അടങ്ങുന്ന അവരുടെ ഒരു സംയുക്ത ടീമാണ് ഈ പ്രദേശത്ത്, അതായത് ലിഡ്വാസ് എന്ന വനമേഖലയിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി ചെന്നത്. അവിടെ ഈ മഹാദേവ കുന്നുകൾ, മൗണ്ട് മഹാദേവ എന്നറിയപ്പെടുന്നത് കൊണ്ടാണ് അവരിതിന് ഓപ്പറേഷൻ മഹാദേവ എന്ന് പേര് കൊടുത്തത്. അങ്ങനെ അവിടെ ചെല്ലുകയും അവർ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തപ്പോൾ ഈ ഭീകരർ തങ്ങൾ പിടിയിലാകും എന്ന് മനസ്സിലായതോടുകൂടി സൈന്യത്തെ ആക്രമിച്ചു, വെടിയുതിർത്തു. സൈന്യം ശക്തമായിട്ട് തിരിച്ചടി കൊടുത്തു. ആ വെടിവയ്പ്പിലാണ് ഈ 3 പേരും വധിക്കപ്പെട്ടത്. അതിൽ ഈ 2 പേർ പഹൽഗാം അറ്റാക്കിൽ ഉള്ളവരാണ്, അതിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്നുള്ള
ഒരു പ്രാഥമിക സൂചന വരുന്നുണ്ട്. ആ പ്രാഥമിക സൂചനയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധിക്കണം. കാരണം ഇത് DNA പരിശോധനയൊക്കെ നടത്തി മാത്രമേ പുറത്തുവിടാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. അതായത് 3 മണിക്കൂർ ഏറ്റുമുട്ടൽ നീണ്ടു നിന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ ഈ കഴിഞ്ഞ മാസം, അതായത് പർവേസ് അഹമ്മദ് ജോദർ എന്ന് പറയുന്ന ആളിനെയും ബഷീർ അഹമ്മദ് എന്ന് പറയുന്ന ഒരാളിനെയും സൈന്യം പിടികൂടിയിരുന്നു. അവർ NIAക്ക് കൈമാറി. ഇവർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആ പാക് ഭീകരന്മാർക്ക് നേരിട്ട് സഹായം എത്തിച്ചവരാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് തന്നെ ഇവർ ഈ പ്രദേശം വിട്ട് ഒരിടവും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്, ശ്രീനഗറിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ കാശ്മീരിൽ തന്നെ ഉണ്ട് എന്നുള്ള വിവരം NIAക്കും സൈന്യത്തിനും ലഭിച്ചത് അങ്ങനെയാണ്. അതിനു മുമ്പ് ഇവർ രാജ്യം വിട്ടുവെന്നും തിരിച്ചു പാകിസ്ഥാനിലേക്ക് പോയെന്നും അല്ല, ഡൽഹിയിലെത്തി, അതുവഴി ശ്രീലങ്കയിലേക്ക്, തമിഴ്നാട്ടിലെത്തി ചെന്നൈ വഴി ശ്രീലങ്കയിലേക്ക് പോയെന്നും ഒക്കെയുള്ള ഒരുപാട് വിവരങ്ങൾ, ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനെല്ലാം സൈന്യം അതെല്ലാം തള്ളിക്കളഞ്ഞു. സൈന്യം ഇക്കാര്യത്തെക്കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, വളരെ രഹസ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഓപ്പറേഷനിൽ ഇത് 2 ദിവസം മുമ്പ് തന്നെ ഇങ്ങനെ ഇവരെക്കുറിച്ചുള്ള സൂചനകളും വിവരങ്ങളും ഒക്കെ കിട്ടി. അത് വളരെ കൃത്യമായിട്ട് 48 മണിക്കൂർ കൊണ്ട് കൂടുതൽ കൃത്യമായി അവരെ ഒളിച്ചിരിക്കുന്ന ലൊക്കേഷൻ മനസ്സിലാക്കി അവരെ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ തന്നെ തെരച്ചിലിന് ചെല്ലുകയും അവരാക്രമിച്ചപ്പോൾ തിരിച്ചടിക്കുകയുമായിരുന്നു. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് സൈന്യത്തിൻ്റെ കഴിവിനെ നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പാർലമെൻറ്റ് സെഷനിൽ, ഈ മൺസൂൺ സെഷനിൽ ഇതേക്കുറിച്ച് ചർച്ച വന്ന ദിവസം തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ പുതിയൊരു വഴിത്തിരിവ് അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഈ കൊല്ലപ്പെട്ടതിൽ എന്തായാലും ഈ സുലൈമാൻ എന്ന് പറയുന്നയാൾ ഈ പഹൽഗാം ആക്രമണത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ആളാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഈ പഹൽഗാം ആക്രമണവുമായിട്ട് ബന്ധമുള്ള കൂട്ടർ തന്നെയാണ് ഇവർ എന്ന് മനസ്സിലാക്കാം. ഇവർ 3 പേരും വിദേശികളാണ്, അവർ ഇന്ത്യക്കാരല്ല, കാശ്മീരികളല്ല. അപ്പോൾ നുഴഞ്ഞു കയറിയ പാകിസ്ഥാൻകാരാണ് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ മരിച്ചത് ആരൊക്കെയാണെന്നുള്ള സ്ഥിരീകരണം ലഭിക്കണം. അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സൈന്യം അതിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടും. പക്ഷേ നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു വഴിത്തിരിവാണ്. കാരണം ഇങ്ങനെ ചർച്ച നടക്കുന്ന ദിവസം തന്നെ അവിടെ ഇങ്ങനെ ആൾക്കാർ കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു എന്നൊക്കെയുള്ള വിവരം വരുന്നത് എന്തായാലും ആശാവഹമാണ്. നമ്മളുടെ എടുത്ത സ്റ്റാൻഡ്, നമുക്ക് ഇവരെ ജീവനോടെ പിടികൂടണം എന്നുള്ളതായിരുന്നു സൈന്യത്തിൻ്റെയും NIAയുടെയും ഒക്കെ താല്പര്യം. പക്ഷേ ജീവനോടെ ഇവരെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്കറിയാം. കാരണം അവർ ചാവേറുകളായിട്ട് മരിക്കാൻ തയ്യാറായി വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഏത് രീതിയിലുള്ള ആക്രമണവും നമുക്ക് നേരെ നടത്തും. സിവിലിയൻസിനെ ഉപദ്രവിക്കും, അവരെ കൊല്ലാൻ ശ്രമിക്കും, കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും, വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും. അങ്ങനത്തെ മനസ്സുമായിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ജീവനോടെ പിടികൂടാൻ കഴിയുമോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു. ഇപ്പോഴെന്തായാലും ഈ പാർലമെൻറ്റിൽ ഇത്തരം ചർച്ച നടക്കുന്ന ഒരു സന്ദർഭത്തിൽ തന്നെ ഈ കാര്യത്തിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. അത് ആശാവഹമായൊരു കാര്യമാണ്. എന്തായാലും ഓപ്പറേഷൻ മഹാദേവിൽ നമ്മൾ പരാജയപ്പെട്ടില്ല. ഓപ്പറേഷൻ മഹാദേവിൽ സൈന്യം കൃത്യമായിട്ട് വിജയിച്ചിരിക്കുന്നു. ഈ 3 വിദേശ ഭീകരരെയാണ് അതിൽ വധിക്കാൻ സാധിച്ചിരിക്കുന്നത്. ചെറിയ കാര്യമല്ല. ഇനി ഈ പറഞ്ഞതുപോലെ ഇത് സംബന്ധിച്ച് കൂടുതൽ ഭീകരർ അവിടെ ഒളിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുള്ള ഭീകരന്മാർ കൂടെ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടോ തുടങ്ങിയ ഒരുപാട് വിവരങ്ങൾ ഇനിയും വരാനുണ്ട് പുറത്ത്. സൈന്യം അത് സംബന്ധിച്ച വിവരങ്ങൾ അധികം വൈകാതെ പുറത്തുവിടും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും നിരവധി ഒളിത്താവളങ്ങൾ ഭീകരർക്ക് ഇപ്പോഴും കാശ്മീരിൽ ഉണ്ട് എന്നുള്ളത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അത് ഈ വനമേഖല ആയതുകൊണ്ടും ഈ കുന്നുകളും മഞ്ഞുമൂടിയ പ്രദേശമൊക്കെ ആയതുകൊണ്ടും ആണ് ഇവർക്ക് ഇത്തരത്തിൽ ഒളിച്ച് കഴിയാൻ പറ്റുന്നത്. അവരെ സഹായിക്കാനും ചിലരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതും ഒരേ സമയം നമുക്ക് നടുക്കവും ആശ്ചര്യവും ജനിപ്പിക്കുന്ന വാർത്തകളാണ്, വിവരങ്ങളാണ്. സൈന്യത്തിന് ഒരിക്കൽ കൂടി സൈന്യത്തിൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെട്ടിരിക്കുന്നു. പഹൽഗാമിൽ നമ്മുടെ മതം ചോദിച്ച് കലിമ ചൊല്ലാൻ അറിയുമോ എന്ന് ചോദിച്ച് ഉടുതുണി അഴിച്ച് പരിശോധിച്ച് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത ആ കുറ്റവാളികൾ ഒരാളെയെങ്കിലും, കൃത്യമായിട്ടും നമുക്കിനിയും വിവരം കിട്ടാനുണ്ട്, പക്ഷെ അതിൽ ഒരാൾ അവരെ സഹായിച്ചവരാണ്. ആ ഒരാളെയെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് സൈന്യത്തിൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെട്ടിരിക്കുന്നു.